ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടത്. അത് നമ്മുടെ വ്യക്തി ശുചിത്വമായാലും നമ്മുടെ നാട് ശുചിയായി സൂക്ഷിക്കുന്നതിലുമൊക്കെ നമ്മളെല്ലാം വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള അവബോധം നടത്തുന്നതിന് വേണ്ടി സർക്കാർ പലതരത്തിലുള്ള ശുചിത്വ മിഷനായാലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഇന്നിവിടെ ഒരു ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതിനു വേണ്ടതായ ഊർജിതമായ പ്രവർത്തനത്തിലാണ്. കൊല്ലം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും അതിന് സജ്ജമായിരിക്കുകയാണ്. അത് മാർച്ച് 30 എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതിൻ്റെ പ്രഖ്യാപനവും അതേ സമയം തന്നെ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ഇതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനവും നടക്കുന്ന വേളയിലാണ് നമ്മൾ ഇത്തരം ഒരു മാധ്യമ ശില്പശാല നടത്തുന്നതിന് സംസ്ഥാന ശുചിത്വ മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ നടക്കുന്നത്. ഒരു കോൺക്ലേവ്, ഈ മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചിട്ടുള്ള വൃത്തി കോൺക്ലേവ് 2025 എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ആശയപ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒരു യോഗം ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തന്നെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മാർച്ച് 30 ലോക സീറോ വേസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അന്ന് സംസ്ഥാനം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലേക്കാണ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാർച്ച് 30 സംസ്ഥാനം പരിപൂർണമായിട്ടും മാലിന്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി 2024 ജൂലൈ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 26, അന്ന് സംസ്ഥാന തലത്തിൽ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് മന്ത്രിമാരുടെയും പൊതുസമൂഹത്തിൻ്റെ എല്ലാം ഒരു യോഗം വിളിച്ചു. ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മാധ്യമങ്ങളെയും വിളിച്ചു. ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അവിടെ ആ സമയത്താണ് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്ര ദൗത്യത്തിൽ കൊല്ലത്തിൻ്റെ പ്രാധാന്യം നിൽക്കുന്നത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കൊല്ലത്താണ്. കൊട്ടാരക്കരയിലെ പുലമൺ തോട് മാലിന്യം നീക്കിക്കൊണ്ട് പുനരുജ്ജീവന പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന തലത്തിൽ. തുടർന്ന് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുഴുവൻ ഈ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നിർവഹിച്ചു. ഘട്ടം ഘട്ടമായിട്ട് അവരുടെ അധികാര പരിധിയിലുള്ള സ്ഥാപനങ്ങളും പൊതുവിടങ്ങളും വിനോദസഞ്ചാര മേഖലകളും എല്ലായിടങ്ങളും മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന തലത്തിൽ നടത്തിയത്. നമ്മുടെ ജില്ലയിലും ഏറ്റവും മികച്ച രീതിയിൽ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോയി. തുടർന്ന് ഫെബ്രുവരി മാസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ അംഗീകരിച്ച് അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ, വലിയ പുരോഗതിയാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. നഗരപ്രദേശങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെറിയ കുറവുകളൊക്കെ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശവും അന്ന് അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വലിയ പദ്ധതികൾ നമ്മളിപ്പോൾ
ജില്ലാ ആസൂത്രണ സമിതിയിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട്. ഇനി അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. എന്തൊക്കെ സംവിധാനങ്ങളാണ് വേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജനങ്ങളിലേക്ക് എത്തണം. ബോധവൽക്കരണത്തിൻ്റെ കുറവാണ് ഒരുപക്ഷെ ഇത് വേണ്ട രീതിയിൽ ജാഗ്രതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ചെറുതെങ്കിലും ആയിട്ടുള്ള കുറവ് വന്നിരിക്കുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഔദ്യോഗിക സംവിധാനത്തിൽ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കായലും കടലോരവും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളും ഹിൽ സ്റ്റേഷനുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇവിടങ്ങളിൽ സന്ദർശിക്കുന്ന പ്രാദേശിക വിദേശ വിനോദസഞ്ചാരികൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തും. ആ വിലയിരുത്തലുകളാണ് നമ്മളുടെ വികസന സൂചികയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് മാലിന്യം സംസ്കരിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നാം ആലോചിച്ച് ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒട്ടനവധി സംസ്കരണ പ്രക്രിയകളും പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം നാം ഈ കാലയളവിൽ നിർവഹിച്ചു. പക്ഷെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എങ്ങനെ സാധിക്കും? അവിടെയാണ് നമ്മുടെ പോരായ്മ. ഇനി ഈ മാലിന്യം വേണ്ട രീതിയിൽ നമ്മൾ സംസ്കരിച്ചിട്ട് നമ്മുടെ പ്രദേശങ്ങൾ മനോഹരമാക്കുന്നില്ലെങ്കിൽ, ശുചിയാക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും എനിക്ക് മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ, ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് പ്രത്യേകിച്ച് മൺസൂൺ കാലയളവിൽ ധാരാളം ഈ ചെറിയ പത്രക്കുറിപ്പുകൾ എനിക്ക് കിട്ടാറുണ്ട്. ആ പത്രക്കുറിപ്പുകളിൽ പറയാറുള്ളത് മാലിന്യം കുന്നുകൂടി, വെള്ളം അവിടെ മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകി. അതൊരു വലിയ പ്രതിസന്ധിയാണ്, നമുക്കുള്ളൊരു ഭീഷണിയാണ്. അപ്പം ആ രീതിയിൽ ഹ്രസ്വകാലത്തേക്ക് നമ്മളെ ബാധിക്കുന്ന രീതിയിൽ ഈ മാലിന്യം നമുക്കൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. അതാണ് ഈ തരത്തിൽ കൊതുകുകൾ പെരുകിയിട്ടോ അല്ലെങ്കിൽ മറ്റ് എലിപ്പനി തുടങ്ങിയ പിന്നെ ഡെങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ് ഇത്തരത്തിലുള്ള രോഗത്തിൻ്റെ അധികരിച്ച ഒരു തോത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട പല ഇടങ്ങളും മാലിന്യങ്ങൾ കുന്നുകൂടിയ പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് അവിടെ എണ്ണം കൂടുതലാണ്. അത്തരം സ്ഥലത്ത് അതിനെ ബ്ലാക്ക് സ്പോട്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പരിഹരിക്കണ്ടേ? ഇത് ഹ്രസ്വകാലത്തേക്ക് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ദീർഘകാലത്തേക്ക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് മണ്ണിൽ ലയിക്കാതെ, ഇപ്പം ഡയപ്പറിൻ്റെയൊക്കെ കാര്യം പറയുന്നു, ധാരാളം കിടപ്പ് രോഗികളുണ്ട്, മുതിർന്ന പൗരന്മാരുണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഇവരിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇവരുപയോഗിക്കുന്ന ഡയപ്പറുകൾ തുടങ്ങിയ ആ മാലിന്യങ്ങൾ അത് ഉപയോഗത്തിന് ശേഷം മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഈ മണ്ണിലത് ലയിക്കാതെ നമ്മുടെ പ്രകൃതിക്ക് തന്നെ, പരിസ്ഥിതിക്ക് തന്നെ വലിയ ദോഷം ഉണ്ടാക്കുന്ന ഒരു ഭീഷണിയാണ്, വിപത്താണ്. അത് ഒരിക്കലും ലയിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ധാരാളം നല്ല തീരപ്രദേശമുണ്ട്. ഈ തീരപ്രദേശത്തുനിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലയിടങ്ങളിലും അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ തീരത്തെ മലിനമാക്കിയിരിക്കുന്നു, കാണാൻ വൃത്തിയില്ലാത്തതാക്കിയിരിക്കുന്നു. മനോഹരമായ തീരം എന്നൊക്കെ പാടുമെങ്കിലും, പഴയ കാലത്തൊക്കെ പാടുമെങ്കിലും ഇപ്പം അതൊന്നുമല്ല. ഇനി കായലിൻ്റെ കാര്യമാണെങ്കിൽ ഹരിത ട്രിബ്യൂണല് 3-4 കേസുകൾ നിരന്തരമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും
കേസിൻ്റെ ഹിയറിങ്ങിന് വിചാരണയ്ക്ക് ഹാജരാകുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടി പറയട്ടെ. നമുക്ക് ഏറ്റവും സമ്പന്നമായിട്ടുള്ള 3 റാംസർ സൈറ്റ് കേരളത്തിലുണ്ട്. അതിൽ 2 റാംസർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള ജലസഞ്ചയം ഉൾപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെ കേരളത്തിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള 3 റാംസർ സൈറ്റിൽ 2 എവിടെയാണ്? മറ്റെങ്ങുമല്ല, കൊല്ലത്താണ്. ശാസ്താംകോട്ടയും അതുപോലെ അഷ്ടമുടിയും. ഇത്രയും സമ്പന്നമായിട്ടുള്ള ജൈവ വൈവിധ്യ സമ്പത്ത് നമുക്കുണ്ടായിട്ട് അത് വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മളത് വേണ്ട രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് നിരീക്ഷിക്കുന്ന ഹരിത ട്രിബ്യൂണൽ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒട്ടനവധി സംവിധാനങ്ങൾ ഒരുക്കി ഈ സമ്പന്നമായിട്ടുള്ള ഈ പ്രകൃതി സമ്പത്തിനെ നമ്മൾ കൃത്യമായിട്ട് നിലനിർത്തണം, സംരക്ഷിക്കണം. അവിടെ ഇപ്പോൾ നഗരപ്രദേശത്താണ് ഇതിൻ്റെ ഒരു ഒട്ടനവധി പ്രദേശങ്ങൾ നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടിയുടെ 12ഓളം പഞ്ചായത്തുകളും നഗരവും, കൊല്ലം നഗരവും ഇതിൻ്റെ അതിര് പങ്കിടുന്നുണ്ട്, ഈ കായലിൻ്റെ തീരം പങ്കിടുന്നുണ്ട്. അപ്പം നഗരത്തിൻ്റെ മാലിന്യങ്ങൾ ഈ കായലിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് അത് ബഹുതല സ്പർശിയായിട്ടുള്ള വിപത്താണ്. എന്താണത് കാര്യം? ഇവിടെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്നു. കക്കായുണ്ട്, പേഴ്സ് പോട്ട് അല്ലേ, നമ്മുടെ കരിമീൻ കിട്ടുന്ന കാഞ്ഞിരക്കോട്, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കരിമീൻ കിട്ടുന്ന സ്ഥലം കാഞ്ഞിരക്കോട്, കാഞ്ഞിരോട്, കാഞ്ഞിരക്കോട്, ആ കായൽ പ്രദേശമാണ്, അത് ഇവിടെയാണ്. അപ്പൊ ഈ രീതിയിൽ മാലിന്യം തള്ളിക്കഴിഞ്ഞാൽ അത് നശിച്ചു. അപ്പോൾ മത്സ്യസമ്പത്ത് നശിക്കുന്നു. ഏറ്റവും ശുദ്ധജല തടാകമാണ് നമ്മുടെ ശാസ്താംകോട്ട, അല്ലേ? നമ്മൾ പണ്ട് മുതലേ അറിയുന്നതാണ്. അതിൻ്റെ ആ ജലസമ്പത്ത് അത് നമുക്ക് നശിച്ചു പോകുന്നു. അപ്പോൾ അത് മാത്രമല്ല കായൽ കയ്യേറ്റമുണ്ട്. അതും നമ്മൾ മറ്റൊരു രീതിയിൽ പറയാം. മാലിന്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ രീതിയിൽ നമ്മൾ യാതൊരു ചിന്തയുമില്ലാതെ, വിവേചന ബുദ്ധിയില്ലാതെ ഈ മാലിന്യങ്ങൾ മുഴുവൻ ഈ കായലിലേക്കും നമ്മുടെ മനോഹരമായിട്ടുള്ള തീരത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് അത് സൃഷ്ടിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. ഇപ്പം മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ധാരാളം തൊഴിലാളികളോട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത് മത്സ്യമല്ല, മത്സ്യലഭ്യത വളരെ കുറഞ്ഞു. അതിൻ്റെ പലവിധ കാരണങ്ങളിലൊന്നും ഇതാണ് ഈ മാലിന്യങ്ങൾ, നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ കായൽ തള്ളുന്ന, അല്ലെങ്കിൽ പല ആറുകളും ഈ നമ്മുടെ ഈ കടലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അപ്പോൾ അത് കൂടെ കൊണ്ടുവരുന്നത് ഈ മാലിന്യമാണ്. അപ്പോൾ ആ മാലിന്യം കടലിൽ ചെന്നിട്ട് അവർക്കിപ്പോൾ മത്സ്യം കിട്ടുന്നില്ല, മത്സ്യലഭ്യത കുറയുന്നതോടൊപ്പം അവർക്ക് വലയിൽ കുടുങ്ങുന്നത് ഈ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത്തരത്തിൽ ഒട്ടനവധി ഭീഷണിയും പ്രതിസന്ധിയും ഈ മാലിന്യങ്ങൾ വേണ്ട രീതിയിൽ സംസ്കരിക്കാത്തതുകൊണ്ട്, നിർമ്മാർജ്ജനം ചെയ്യാത്തതുകൊണ്ട്, നമ്മുടെ വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താത്തതുകൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പം അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഈ പറയുന്ന പോലെ ഔദ്യോഗിക സംവിധാനമോ ഭരണാധികാരികളോ മാത്രം ചിന്തിച്ചുകൊണ്ട് സാധ്യമാകുന്ന ഒരു സംഗതിയല്ല ഇത്. പൊതുജനങ്ങൾ, പബ്ലിക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അവരുടെ വലിയ ഇടപെടലുണ്ടാവും. അപ്പോൾ അവരെ ഈ കാര്യം അറിയിക്കുന്നതിന് ആർക്കാണ് സാധിക്കുക? മാധ്യമങ്ങൾക്ക്. അപ്പോൾ മാധ്യമങ്ങളുടെ വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു കോൺക്ലേവിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. മാത്രമല്ല ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാന തലത്തിൽ വിദഗ്ധന്മാർ ആലോചിച്ചിരുന്നിട്ട് ശാസ്ത്രീയ സംവിധാനങ്ങൾ, ഇപ്പം STP, FSTP, MCF, പിന്നെ ഡബിൾ ചേംബർ ഇൻസുലിൻ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതുണ്ടല്ലോ ഡയപ്പർ, ഈ ഡയപ്പർ പോലെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കണമെങ്കിൽ ഡബിൾ ചേംബർ ഇൻസിനേറ്റർ വേണം. പുതിയ സംസ്കാര സംവിധാനമാണ്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ജില്ലയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ബ്ലോക്ക് പഞ്ചായത്തുകൾ, ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരഭരണ പ്രദേശങ്ങളും എല്ലാം ചേർന്നിട്ട് കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. ഏതാണ്ട് 1.5 കോടി രൂപ വരും. ശാസ്ത്രീയ സംവിധാനം, അതിനെക്കുറിച്ച് ജനങ്ങൾ അറിയണം. ജനങ്ങൾ കരുതുന്ന ഈ മാലിന്യം മുഴുവൻ അവിടെ കൊണ്ടിടും, ഈ ഡയപ്പർ മുഴുവൻ അവിടെ കൊണ്ടിടും.
സ്വാഭാവികമായിട്ടും മണ്ണിൽ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ലയിച്ചു പോയില്ല. അതിലുള്ള ജെല്ലുണ്ടല്ലോ, ഇതിൻ്റെ ഈ ലിക്വിഡ് പാർട്ട് ആഗിരണം ചെയ്യുന്ന ആ ജെല്ല് അത് മണ്ണിൽ ലയിച്ച് ചേരില്ല, വിഘടിച്ച് പോവില്ല. അതുപോലെ തന്നെ അത് കവർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് അതും നശിക്കുന്നില്ല, വർഷങ്ങളോളം കിടക്കും. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 5 ടണ്ണോളം ഡയപ്പർ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മണ്ണിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ സംസ്കരിക്കും? മണ്ണിൽ സംസ്കരിക്കാതെ കിടക്കുകയാണ്. നമ്മളത് സംസ്കരിക്കണ്ടേ? അതിനുള്ള സംവിധാനത്തോട് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ, ഡബിൾ ചേംബർ ഇൻസിനേറ്റർ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. ഒരു വളരെ ചെറിയ തോതിലുള്ള, ഒരു കാരണവശാലും അത് അന്തരീക്ഷത്തെ മലിനീകരിക്കില്ല. ആ രീതിയിലാണ് ഈ സംവിധാനങ്ങൾ. മറ്റെങ്ങുമല്ല, പാലക്കാട് ഈ സംവിധാനം കൊണ്ടുവന്നിട്ട് 3 വർഷമായി. അവിടുത്തെ പൊതുജനങ്ങൾക്ക് യാതൊരു തകരാറുമില്ല, അവിടെ യാതൊരു മലിനീകരണ പ്രശ്നവുമില്ല. ഇപ്പോൾ എറണാകുളത്ത് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും നഗരഭരണ പ്രദേശങ്ങളിലൊക്കെ ഈ സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും മികച്ച നിലയിൽ വർഷങ്ങളോളം ഈ സംവിധാനങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുന്ന, പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇൻഡോർ. എല്ലാവരും കൂടി തീർത്ഥാടനം പോലെ പോകാറുണ്ട്, എല്ലാ ജനപ്രതിനിധികളും ഇൻഡോറിലേക്ക്. ഏറ്റവും മികച്ച, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരഭരണ പ്രദേശമാണ് ഇൻഡോർ. അവരെങ്ങനെയാണ് ഇത് സംസ്കരിച്ചിട്ട് ആ നഗരത്തെ ശുചിയാക്കിയിട്ട് മാറ്റുന്നത്? കാരണം ഇപ്പോൾ യൂട്യൂബിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ സംവിധാനങ്ങളുണ്ട്, കാണാൻ പറ്റും, വീഡിയോസ് കാണാൻ പറ്റും, പോഡ്കാസ്റ്റ് ഉണ്ടാവും. അപ്പൊ അവരിത് നടപ്പാക്കിയിട്ടുണ്ട്. അവിടെ മലിനീകരണമില്ല, പിന്നെന്താ ഇവിടെ? അപ്പൊ പൊതുജനങ്ങള് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. ആർക്കാണ് ഇവരെ പഠിപ്പിക്കാൻ പറ്റുക? ജനപ്രതിനിധികൾക്ക് പറ്റും, സാമൂഹ്യ പ്രവർത്തകർക്ക് പറ്റും. അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടവരാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾക്ക് സാധിക്കും. MCFകൾ, നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള, മണ്ണിൽ വിഘടിച്ചു പോകാത്ത മാലിന്യങ്ങൾ ശേഖരിച്ച് അത് കൃത്യമായിട്ട് സംഭരിച്ച് സമാഹരിച്ച് അത് സംസ്കരിക്കുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിക്കുന്ന, ഇപ്പം സിമെന്റ് ഫാക്ടറികളും മറ്റുമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളിലൂടെയുണ്ട്. അതോടൊപ്പം FSTP, STP, മലിനജല സംസ്കരണ സംവിധാനം. സംസ്കരിച്ചു കഴിഞ്ഞാൽ ഉത്ഭവിക്കപ്പെടുന്ന വെള്ളം അത് ഏറ്റവും ഹാനികരമല്ലാത്ത ജലമാണ് അതിൽ നിന്നും ബഹിർഗമിച്ചു വരുന്നത്. pH വാല്യൂ 7 ആയിട്ടുള്ള, അല്ലേ? അതോടൊപ്പം FSTP, ഫീക്കൽ മാലിന്യങ്ങൾ, നഗരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫീക്കൽ മാലിന്യങ്ങൾ, ഫ്ലാറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ഹോസ്പിറ്റലുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും? നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജില്ലയിൽ എത്ര FSTP ഉണ്ട്? ഇവിടെ ഇപ്പോൾ കുരീപ്പുഴ എന്ന് പറയുന്നത് ചണ്ടി ഡിപ്പോ എന്നാണ് ആ പ്രദേശത്തെ അറിയപ്പെട്ടിരുന്നത് ഒരു കാലത്ത്. ഇന്ന് ആ സ്ഥലം മാറിയിരിക്കുന്നു. ഇപ്പോൾ അത്തരത്തിൽ ചണ്ടി ഡിപ്പോ എന്ന് വിളിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കശ്ശേരി, വാടി, ഈ മൂതാക്കര തുടങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പൊ അന്ന് ചണ്ടി ഡിപ്പോ എന്ന് വിളിച്ചിട്ട് ആ പ്രദേശത്തുകാർ തന്നെ ഇവിടുന്ന് വരുന്നത് ചണ്ടി ഡിപ്പോടെ അല്ലെങ്കിൽ കുരീപ്പുഴ എന്ന് പറയാൻ മടിയാണ്. ഒരു കവിയുടെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ പണ്ടെന്താ വേണ്ടേ, അവിടെയാണ് മാലിന്യങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. ഇത് മാറി, ഇപ്പം പൂക്കൃഷി നടത്തുകയാണ്. മനോഹരമായിട്ടുള്ള സ്ഥലമായി. ബയോ മൈൻ ചെയ്തു. മറ്റൊരു ലെഗസി വേസ്റ്റിന്റെ ലൊക്കേഷനാണ് കൊട്ടാരക്കരയിലുള്ള ഉഗ്രംകുന്ന്. അവിടെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ബയോ മൈൻ ചെയ്തിട്ട് മണ്ണവിടെ ഉപേക്ഷിക്കും. അത് പൂർണ്ണമായിട്ടും മലിനീകരണം, മാലിന്യം മുഴുവൻ നീക്കം ചെയ്തിട്ട്, അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ട് ആ മണ്ണ് അവിടെ തന്നെ ഫലഭൂയിഷ്ടമായിട്ട് അവിടെ നിക്ഷേപിച്ചിട്ട് അവിടെ പൂക്കൃഷിയോ അല്ലെങ്കിൽ ജൈവ കൃഷിയോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ആ സ്ഥലത്തിനെ മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. ഈ രീതിയിൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ സംസ്ഥാനത്തിലെ വിദഗ്ധന്മാർ വർക്ക്ഷോപ്പിലൂടെയും കോൺക്ലേവിലൂടെയൊക്കെ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി തീർച്ചയായും ഈ മേഖലയിൽ നല്ല രീതിയിൽ ഇടപെടുന്ന മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ നൂതന ആശയങ്ങൾ, ഇപ്പം പലവിധ രാജ്യങ്ങളിലുള്ള വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ മാതൃകാപരമായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ നമുക്കുണ്ടെങ്കിൽ നൂതന ആശയമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാമെങ്കിൽ സ്വീകാര്യമാണ്. കോൺക്ലേവിൽ നിങ്ങളുടെ നൂതന ആശയങ്ങൾ സമർപ്പിക്കുക. അപ്പൊ അതിനുകൂടിയാണ് നിങ്ങളോട് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ
വൃത്തി കോൺക്ലേവ് 2025 എന്ന മാധ്യമ ശില്പശാല ഏറ്റവും മികച്ച നിലയിൽ ഇവിടെ നടത്തിയെടുക്കുന്നതിന് നമുക്ക് ശ്രമിക്കാം. നഗരത്തിൻ്റെ ഇനിയുള്ള 2-3 ദിവസത്തിനകം കൊല്ലം കോർപ്പറേഷൻ വലിയ ഒരു യത്നം പോലെ അവർ ഈ പ്രദേശങ്ങളെല്ലാം മാലിന്യം നീക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് മാർച്ച് 30 ആകുമ്പോഴത്തേക്കും കൊല്ലം നഗരവും പൂർണ്ണമായിട്ടും വൃത്തിയാവുമെന്നാണ് കരുതുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ കൊല്ലത്തിന് അതിൻ്റെ മികവും കൂടിയിട്ട് സംസ്ഥാന തലത്തിൽ അടയാളപ്പെടുത്താൻ. ഞാൻ പറയുന്നത് ഫെബ്രുവരി 19 തദ്ദേശ ദിനാഘോഷം നടന്നത്. അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അന്ന് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തി. സംസ്ഥാന തലത്തിൽ മാലിന്യ മുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ നിലവിൽ ഏറ്റവും മികച്ച നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആരാണ് നവാസെ? കൊല്ലമാണ്. അത് ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ, മാലിന്യം ശേഖരിക്കുന്നത്, ജനങ്ങളിലേക്ക് ചെന്നിട്ട് മാലിന്യം ശേഖരിച്ച് അവരുടെ നിന്ന് കാശ് വാങ്ങും, ആ പ്രവർത്തനങ്ങൾ. അങ്ങനെ ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സൂചകങ്ങളുണ്ട്. ആ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ കൊല്ലം ആ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല മികച്ച നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ കോർപ്പറേഷൻ്റെ പരിധിയിലും 4 മുനിസിപ്പാലിറ്റികളുമുണ്ട് നമുക്ക്. അവിടെയും ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് പോകണം, ഏറ്റവും മികച്ച നിലയിലും പോകണം. പ്രത്യേകിച്ച് ഒട്ടനവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, മനോഹരമായിട്ടുള്ള വിനോദസഞ്ചാര പോയിന്റുകൾ നമ്മുടെ ഈ അഷ്ടമുടിയുടെ തീരത്തും കൊല്ലം നഗരപ്രദേശത്തുമുണ്ട്. ആ സ്ഥലങ്ങളും ഇതുപോലെ തന്നെ മനോഹരമായിട്ട് മാറണം. അങ്ങനെ ആയെങ്കിൽ മാത്രമേ കവി പാടിയതുപോലെ ഈ മനോഹര തീരത്ത് നമുക്ക് ഒന്നുകൂടി ജനിക്കാൻ തോന്നുകയുള്ളൂ. മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. മാലിന്യം ഉണ്ടോ? ശുചിത്വ മിഷൻ പറയുന്നു മാലിന്യമില്ല. മാലിന്യമെല്ലാം മാണിക്യമാണ്. വേസ്റ്റ് ഇല്ല, അത് വെൽത്താണ്. നിങ്ങൾ ഗവേഷണപരമായി പഠനം നടത്തി നോക്കിയാൽ നമ്മൾ എന്താണോ വേസ്റ്റ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ, ഒന്ന് നിന്നാൽ, അതിനെ ഒന്ന് പരിമപ്പെടുത്തിയാൽ അത് വരുമാനമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് അത് കരിയില മുതൽ പേപ്പർ മുതൽ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സംഗതികളാവട്ടെ, നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന ജലമാവട്ടെ, അതിനെയെല്ലാം ശാസ്ത്രീയമായി ഒന്ന് പരിപാലിച്ചാൽ ഇത് സമ്പത്തുള്ള കാര്യമായി മാറ്റി തീർക്കാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലെങ്കിലോ ഇതിനെ കൃത്യമായിട്ടാണ് നമ്മൾ പരിപാലിക്കുന്നതെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുള്ള കണക്ടിവിറ്റി റോഡിലേക്ക് കയറാതെ നമുക്ക് പോകാൻ പറ്റും. അത് തന്നെ സാമ്പത്തിക നേട്ടമാണ്. ഈ ഒരു കാര്യം മാലിന്യത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കണം. നമുക്ക് എന്തൊക്കെയാണ് മാലിന്യം? അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ശുചിത്വ മിഷന്റെ ഡയറക്ടറായിരുന്ന യു വാസുകി തന്നെ ഒരു പുസ്തകം എഴുതിയിരുന്നു. മാലിന്യം എന്ന് എഴുതിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് ശുചിത്വ മിഷന്റെ ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ നാളിൽ തന്നെ ഒരു വലിയ ഡോക്യുമെന്റായി നമുക്കിന്ന് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായി ഇവിടെ എല്ലാവരും പറയാറുണ്ട് സീറോ വേസ്റ്റ് പഞ്ചായത്താണ്, സീറോ വേസ്റ്റ് ജില്ലയാണ്, സീറോ വേസ്റ്റ് സംസ്ഥാനമാണ്, സീറോ വേസ്റ്റ് രാജ്യമാണ്. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ നമുക്ക് പറ്റുമോ? മാധ്യമ പ്രവർത്തകരോടാ പറ്റുമോ? റേഡിയോ പോലെ ആവുമല്ലോ, ഒന്നും അനങ്ങുന്നില്ല. സീറോ വേസ്റ്റ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ? സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രപ്രവർത്തകരാണെങ്കിലും ശുചിത്വ മിഷന്റെ ചുമതലക്കാരനാണെങ്കിലും നമ്മളെല്ലാം മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം വളരെ ചെറിയ തോതിൽ അത്യാവശ്യത്തിന് മാത്രമാക്കി ആ മാലിന്യത്തെ പരിമിതപ്പെടുത്താൻ നമുക്കാവണം. എന്നാലും ഉണ്ടാകുന്ന ആ മാലിന്യത്തെ ശാസ്ത്രീയമായി പരിപാലിച്ച് ഒരു പ്രകൃതിയിലെ ഒരു ചരാചരങ്ങൾക്ക് ഒരു കുഴപ്പവും വരാത്ത വിധത്തിൽ, ഭൂമിയുടെ അവകാശികൾ ബഷീറൊക്കെ പറഞ്ഞതുപോലെ ആ ഭൂമിയുടെ അവകാശികളായി എല്ലാവർക്കും ആർക്കും ഒരു ദോഷവുമില്ലാതെ അതിനെ പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് പോകുന്നതിനെയാണ് സീറോ വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. വാക്കിൽ കയറി പിടിക്കുകയല്ല, അതിന്റെ ഉളവ അതാണ്. നമ്മളിപ്പോ മനുഷ്യ വിസർജ്യം നമുക്കുണ്ട്, മനുഷ്യൻ എന്നുള്ള നിലയിൽ. അതിന് നമുക്ക് സംവിധാനം നമ്മുടെ ഓഫീസിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ മാലിന്യമാണ്, അത് നമ്മൾ കൃത്യമായി ശാസ്ത്രീയമായി പരിപാലിക്കും അല്ലേ? അപ്പൊ അത് അത് എൻ്റെ വീടാണ്, എൻ്റെ മാലിന്യമാണ്, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിൽ അതൊന്നും ചെയ്യൂ. അത് നമ്മൾ നോക്കിയാൽ മതി. എല്ലാ മാലിന്യത്തെ സംബന്ധിച്ചുള്ള കാര്യം അതാണ്.
എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള അവബോധത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിത്തരകാൻ പെട്ടെന്ന് നടത്തില്ല. വലിയ ബിഹേവിയറൽ ചേഞ്ച് വരണമെങ്കിൽ വലിയ ഇടപെടൽ നമുക്ക് നടത്തണം. ജീവിതശൈലിയുടെ ഭാഗമായി നേരത്തെ ഇവിടെ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൻ നായർ ഇവിടെ സൂചിപ്പിച്ചു. ആ വർക്കിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടായ യത്നം ആവശ്യം തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ലഭ്യമായ എല്ലാ വസ്തുക്കളും, പാഴ്വസ്തുക്കൾ, നമുക്ക് വേണ്ടാതെ വരുന്ന വസ്തുക്കൾ എല്ലാമാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷെ ഉപയോഗമുള്ളതാണ്. നമുക്ക് വേണ്ടാത്തത് കൊണ്ട് അത് വേസ്റ്റ്. അതിനെപ്പറ്റി അടുത്ത ഒരു സ്ലൈഡിൽ പറയാം. അപ്പൊ അതിനെയെല്ലാം നമ്മൾ ചുരുങ്ങിയ അളവിൽ ഉപയോഗിക്കുക. പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ പരമാവധി പുനരുപയോഗിക്കണം. അതിന് തന്നെ മാറ്റം വരുത്തി റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും അങ്ങനെ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് സീറോ വേസ്റ്റ് നാടാണ്. എൻ്റെ വീട് സീറോ വേസ്റ്റ് ആണ്, എൻ്റെ പഞ്ചായത്ത്, എൻ്റെ നഗരസഭ, എൻ്റെ കോർപ്പറേഷൻ സീറോ വേസ്റ്റ് ആണ്, എൻ്റെ ജില്ല അങ്ങനെയാണ്, എൻ്റെ സംസ്ഥാനം അങ്ങനെയാണ്, എൻ്റെ രാജ്യം അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. മാലിന്യ പരിപാലനത്തിന് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ: 1, നിയമവിരുദ്ധമായി നിരോധിച്ചിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കണം. വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം ഒന്നാമത് വേണം. ഇക്കാര്യത്തിൽ ഏത് കാര്യമാണ് നിരസിക്കണം, അതാണ് ഒന്നാമത്തെ ആറ്. രണ്ടാമത്തേത് റെഡ്യൂസ് ആണ്, പരമാവധി അളവ് കുറയ്ക്കണം. നമ്മുടെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്, അതിനകത്ത് വാങ്ങാവുന്ന സാധനങ്ങളെല്ലാം വാങ്ങണം. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു തുണിക്കടയിലേക്ക് ചെന്നാൽ നമ്മളൊരു പർച്ചേസ് നടത്തി ഇറങ്ങുന്ന ഉടനെ പരമാവധി ഇറങ്ങി കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ വീണ്ടും കവർ 2 കൂടെ ചോദിക്കുമായിരുന്നു. ആ കവർ എവിടെയാ പിന്നെ അവസാനം നമുക്ക് കിട്ടുന്നത്? ആള് മരിച്ച് വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി എടുത്ത് നോക്കുമ്പോൾ ആ കട്ടിലിന്റെ അടിയിൽ, മെത്തയുടെ അടിയിൽ ഈ കവർ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതൊരു കാലം. ഇപ്പൊ അങ്ങനെയല്ല, മാറ്റമുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഏത് കാര്യവും പരമാവധി വേണ്ടാത്തതിനും വേണ്ടതിനും എല്ലാത്തിനും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അതുപോലെയുള്ള നമുക്ക് ദോഷം ചെയ്യുന്ന സംഗതികളെല്ലാം വാങ്ങുന്ന ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒഴിവാക്കാനാവണം. പരമാവധി നമുക്ക് റീയൂസ് ചെയ്യണം. ഏത് സാധനം, ഒരു ഷൂസ് എടുത്ത് കളയുന്നതിന് പകരം, ഒരു ബാഗ് കീറിയാൽ എടുത്ത് കളയുന്നതിന് പകരം നമ്മൾ ഉപയോഗിച്ച് തീർന്ന സാധനത്തെ നമുക്ക് എങ്ങനെ നമുക്കൊന്ന് റീയൂസ് ചെയ്യാൻ നമുക്കത് ആലോചിക്കണം. അവിടെ തന്നെ ചെടിയായിട്ട് നടാം. അല്ലാതെ തന്നെ പല സാധനങ്ങൾ നമുക്ക് ജോമെട്രിക്കൽ രൂപത്തിൽ ഭംഗിയായി നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു കീബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാപ്പ് കേടായാൽ അതിനെ നമുക്കൊന്ന് മനോഹരമായിട്ടൊന്ന് പ്ലേസ് ചെയ്താൽ, അതിന്റെ മൗസ് പോയാൽ അതൊന്ന് തൂക്കിയിട്ടാൽ അതൊരു ഭംഗിയാണ്. ആ അർത്ഥത്തിലേക്ക് അത് പുറത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന അപകടത്തിനപ്പുറത്തേക്ക് അതിനെ പരമാവധി റീയൂസ് ചെയ്യാൻ, അതിന്റെ രൂപം മാറ്റം വരുത്തിക്കൊണ്ട് അതിന്റെ തന്നെ ചില പാർട്ടുകളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റീസൈക്കിൾ. അതാണ് നമ്മൾ ഏത് സാധനവും തിരിച്ച് ശേഖരിക്കുന്ന ഒരു പരിപാടി നമ്മൾ തന്നെ കളക്ട് ചെയ്ത്. ഇപ്പൊ പേപ്പർ നമ്മൾ വെച്ചാൽ പേപ്പർ കളക്ട് ചെയ്ത് പേപ്പറൊക്കെ ഇപ്പൊ നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ദോഷവും ഇല്ല, കത്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലേ? പേപ്പർ ചുരുട്ടിയ ശരി അല്ലെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു, വളരെ സന്തോഷം. പേപ്പർ ഉപയോഗിച്ചാൽ ഉടനെ ചുരുട്ടുക, കളയുക. പേപ്പർ അങ്ങനെ ചുരുട്ടി കളയണം എന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ ഇവിടെ ഞാൻ അതൊരു കഥ പറയാം. നമ്മുടെ കൊല്ലം ജില്ലയുടെ ഒരു 15-20 വർഷത്തിന് മുമ്പത്തെ ചരിത്രത്തിലെ ഇവിടെ എല്ലാവർക്കും ഇതുപോലെ ഗ്യാസ് ഒന്നുമില്ല. അരി വേവിച്ചത്, പിണ്ണാക്ക് വേവിച്ചത്, പുളിയരിപ്പൊടി വേവിച്ചതൊക്കെ കരിയിലേക്ക് കത്തിച്ച അല്ലേ? ശരിയല്ലേ? ആ കത്തിക്കുന്ന കഴിഞ്ഞ അരി വെന്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ആ കരിയില് നമ്മുടെ മുൻഗാമികൾ, ഡബിൾ ഡോക്ടറേറ്റ് ഒന്നുമില്ല, ഇത്രയും വലിയ പരിസ്ഥിതി അവബോധമില്ലാത്ത ആ കാലത്ത് പോലും അവർ പിന്നെ വെറുതെ ആ കരിയിലെ കത്തിച്ച് കളഞ്ഞിട്ടില്ല. ഈ കരിയിലെ കത്തിക്കുന്നതിന്റെ ഇടയ്ക്ക് പേപ്പർ കയ്യിലുണ്ട്. അന്ന് പേപ്പർ ഇന്നത്തേത് പോലും ഇല്ല. ഇന്നാണ് പേപ്പർ ഇപ്പൊ ഇങ്ങോട്ട് വന്നു. ഇന്ന് മാധ്യമ ശില്പശാലയ്ക്ക് പോവാ. വീട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞു പറഞ്ഞു, അമ്മേ അച്ഛ എന്താ ഇന്നില്ല, എനിക്ക് പേപ്പർ തീർന്നു, പേന തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് പോകുമ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് എടുക്കാവുന്ന ഏറ്റവും നല്ല മനോഹരമായ പേപ്പർ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു കൊയർ വാങ്ങിയാണ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവുക. 20 രൂപ കൊടുക്കുമ്പോൾ 24 പേപ്പർ, 24 പേര എല്ലാ കളറിൽ നിന്നൂടെ കിട്ടി. നമ്മൾ പോട്ടെ മുടിയാൻ നേരത്തെ മൂത്രത്തിൽ പഞ്ചാര 20 രൂപയ്ക്ക് നമ്മൾ 24 പേനയും വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആവശ്യം പോലെ സംഗതികൾ എത്തുന്ന ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ചെയ്യുന്ന ഒരു സംസ്കാരം. അതാണ് ഉപഭോഗ സംസ്കാരം. അതാണ് അപ്പൊ അവിടെയാണ് നമുക്ക് വേണ്ടാതെ വരുന്നത് റീസൈക്കിൾ. ഇപ്പൊ പേപ്പറിന്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ പേപ്പറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണല്ലോ. 1 ടൺ പേപ്പർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 17-20 മരങ്ങൾ മുറിക്കണം. വേണ്ടേ? അത് നമ്മൾ അരച്ച് പൾപ്പാക്കി എടുക്കണമെങ്കിൽ നമുക്ക് നല്ല വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. 26,500 ലിറ്റർ വെള്ളം വേണം. കറണ്ട് 10,000-ഓളം യൂണിറ്റ് കറണ്ട് വേണം. ജോലിക്കാരുടേത് പോട്ടെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ മെഷീനറിയുടെ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇതിങ്ങനൊരു സംഭവം ഉണ്ടല്ലോ.
വേണ്ടാതെ വന്ന നമുക്ക് ഉപയോഗം കഴിഞ്ഞ ഈ പേപ്പർ എല്ലാം നമ്മൾ ചുരുട്ടാതെ നമ്മളൊരു കാർട്ടൺ ബോക്സിനകത്തേക്ക് ഇതിട്ട് വീണ്ടും 1 ടൺ പേപ്പർ നമ്മുടെ കയ്യിലായാൽ, ഇത് നമ്മുടെ പുനലൂർ പേപ്പർ മില്ല് ഇപ്പോഴില്ല, നമ്മുടെ വെള്ളൂര് ന്യൂസ് പ്രിന്റ് ഫാക്ടറി, ഇപ്പോൾ KPPL എന്ന് പറയുന്ന ഫാക്ടറിയിലേക്ക് നമ്മൾ ഈ 1 ടൺ പേപ്പർ കൊണ്ടുചെന്നാൽ 100 യൂണിറ്റ് കറണ്ടും 1000 ലിറ്റർ വെള്ളവും ഉണ്ടെങ്കിൽ വീണ്ടും 1 ടൺ പേപ്പറായത്. അതാണ് റീസൈക്ലിങ്ങിന്റെ ശക്തി. മരം വെട്ടണ്ട, ജൂൺ 5-ന് നമ്മൾ മരം വെച്ച് പിടിപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ വെട്ടണ്ട, വെള്ളത്തെ നമ്മൾ മലിനപ്പെടുത്തണ്ട, ഊർജ സ്രോതസ് നമ്മൾ വിനിയോഗിക്കേണ്ടതില്ല. ആ ലാഭത്തിലേക്ക് എത്തുന്ന റീസൈക്ലിംഗ് പ്രോസസ്. ഞാൻ പേപ്പറിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പ്ലാസ്റ്റിക്, മറ്റു കാര്യങ്ങൾ, ബോട്ടില്, അതുപോലുള്ള കാര്യങ്ങളുടെ ഒക്കെ കാര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ ഒരു പറഞ്ഞപ്പോൾ ഞാൻ അത് കയറി പറഞ്ഞു പോയതാണ്. അപ്പൊ എന്തായാലും റീസൈക്കിൾ. അപ്പൊ 4 കാര്യം: 1, റിഫ്യൂസ് ചെയ്യാനുള്ള 6; 2, റെഡ്യൂസ് ചെയ്യണമെന്നുള്ള ബോധമുണ്ടാക്കുന്ന 6; 2, ഇത് പരമാവധി ഉപയോഗിക്കണം, അല്ലെങ്കിൽ വേണ്ടവർക്ക് കൊടുക്കണം. ഇപ്പൊ എനിക്ക് വേണ്ട അല്ലേ? അപ്പൊ അങ്ങനെയുള്ളത് പരമാവധി അത് ഉപയോഗിക്കാനുള്ള സംവിധാനം, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനുള്ള ഏജൻസിക്ക് കൊടുക്കണം. നോക്കൂ, നമ്മുടെ കേരളം നേരിടുന്ന വെല്ലുവിളി വികസനത്തിൽ നമ്പർ 1 ആണ്. അത് വെല്ലുവിളിയാണോ? വെല്ലുവിളിയാണോ? അല്ല. ഉപഭോഗത്തിൽ നമ്പർ 1 ആണോ? ശരിയല്ലേ? ഏത് സാധനം വന്നാലും അന്നേരം അപ്ഡേറ്റ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന ശേഷിയുള്ളവരാണ് നമ്മൾ.